കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും കുട്ടികളൊന്നും വേണ്ടേ. 5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പക്ഷേ ഒരു വാവയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്തത്. ഹോസ്പിറ്റൽ സീൻസ് എല്ലാം വളരെ കാഷ്വലായിരുന്നു, പക്ഷേ മനസ്സിൽ ഇമോഷൻസിൻ്റെ ഒരു 100 തിരമാലകളാണ്. ജനിച്ചപ്പോൾ തന്നെ NICUവിൻ്റെ VIP സോണിലായിരുന്നു ഇന്നാല. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ജോലി മിൽക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇത് ബാംഗ്ലൂർ ഇന്ദിരാനഗറിലെ CMH ഹോസ്പിറ്റലാണ്. നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് 1 വീക്ക് അവൾ NICUവിലായിരുന്നു. അങ്ങനെ ഒരു ആഴ്ചത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഒരു പുതിയ ആരംഭം. അങ്ങനെ ഓരോരുത്തരും അവളെ കയ്യിൽ പിടിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം, അത് നമ്മൾ കാണുമ്പോൾ അതിലേറെ പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജേർണിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമ്മുടെ ദീദി, ഇവരാണ് നമ്മളുടെ പ്രധാന മോട്ടിവേഷൻ. എൽസയ്ക്ക് പിന്നെ ഇതെല്ലാം അറിയാം, എന്നാലും ഒരു പരിചയപ്പെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം ചടപടേ എന്നായിരുന്നു. നൂലുകെട്ട്, അത് കഴിഞ്ഞ് പിന്നെ കാതുകുത്ത്, പിന്നെ ഒരു ഫോട്ടോഷൂട്ട്. ഒരു അച്ഛനായി എന്നത് ഒറ്റത്തവണ തോന്നിയ കാര്യമല്ല, അത് ഒരു കോൺസ്റ്റൻറ്റ് റിയലൈസേഷനാണ് എന്നത് ഓരോ ദിവസം ഈനുവിനെ കാണുമ്പോൾ ഞാൻ റിമൈൻഡഡ് ആകും. അങ്ങനെ ഈനുവായി തലശ്ശേരി വഴി എൻ്റെ വീട് മഞ്ചേരിയിലേക്കുള്ള ആദ്യത്തെ സ്പെഷ്യൽ റോഡ് ട്രിപ്പാണ്. പക്ഷെ ഇത്തവണത്തെ ആ ഒരു റോഡ് ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. നമ്മൾ തന്നെ ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് പോലെ, കാരണം നമ്മളോട് ഒരു പുതിയ മെമ്പറുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് പോവാണ്. ആദ്യം പോയത് അശ്വതിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താണ് തലശ്ശേരിയിൽ. 2 ഡിഫറെൻറ്റ് റിച്വൽസ്, സ്വീകരണം, എല്ലാ ദൈവങ്ങളോടുള്ള പ്രാർത്ഥന, അനുഗ്രഹം. ഇറ്റ്സ് ലൈക്ക് ബാലൻസിങ് എവറിത്തിങ്. ഈനു വലുതാവുമ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നല്ല ഓർമ്മകളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇതൊക്കെ വീഡിയോസായിട്ട് എടുത്തു വെക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് നേരെ മഞ്ചേരിയിലേക്ക്. ഈനുവിൻ്റെ ആദ്യത്തെ മഞ്ചേരി വിസിറ്റാണ്, ആദ്യത്തെ ക്രിസ്മസുമാണ്. 2 പേരക്കുട്ടികളായിട്ട് മമ്മി ഹാപ്പിയാണ്. ബേബി ഗേൾ ആയതുകൊണ്ട് ഷെനീമിക്കയും ഹാപ്പിയാണ്. ഇതാണ് മൂക്ക് കാണിക്കുക, നെബുലൈസ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് പോയി അശ്വതിയുടെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് റിച്ച് ആയിട്ടാണ് കേട്ടോ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയത്. ഇതൊക്കെ ഈനുവിൻ്റെ ജെൻസി അങ്കിളും ആൻറ്റിമാരും ഒക്കെയാണ്. മോറൽ സപ്പോർട്ടിന് പിന്നെ എൽസ ഈനുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇനിയാണ് ശരിക്കുമുള്ള പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും, അവൾ അതിനനുസരിച്ച് വളർന്നു വന്നോളും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്ലാനിങ്.
നമ്മള് കുറുക്കൊക്കെ കുടിക്കാൻ തുടങ്ങിയല്ലേ? അമ്മ കൊറേ മുട്ടായി കഴിച്ചിട്ട് പോലും. Why you spitting? Sa 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 ni ni sa 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 ni ni sa. ടെക്നിക്കൽ ലീഡായിട്ട് എപ്പോഴും അശ്വതി ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോളും. നമ്മൾ വെറുതെ സപ്പോർട്ടായിട്ട് സൈഡിൽ നിന്നാൽ മതി. ഹലോ, സന്തോഷായോ? ഇതാരാ ഇത്? ഒരാള് പൂ പിടിക്കുക. ഇതെന്തായി കഴിക്കണത്? അങ്ങനെ ആദ്യത്തെ ചോറൂണാണ്. അത് കഴിഞ്ഞ് ഈസ്റ്ററിന്റെ അവധിക്ക് വീണ്ടും നാട്ടിലേക്ക്. ഈനുവിൻ്റെ ആദ്യത്തെ ബീച്ച് എക്സ്പീരിയൻസ്. പതുക്കെ പതുക്കെ ഈനു ഓരോന്നും പഠിച്ചു തുടങ്ങി, റിയാക്ട് ചെയ്യാൻ തുടങ്ങി, എല്ലാം കഴിക്കാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് നമ്മൾ ഫുള്ള് ഹാപ്പി അല്ലേ? ഇത് കൊച്ചിയിലുള്ള അശ്വതിയുടെ കസിൻ അപ്പു പീഡിയാട്രീഷ്യനാണ്, ഈനുവിൻ്റെ സ്വന്തം ഡോക്ടർ മാമ. ഇത് എവിടെയാ നമ്മള്? അങ്ങനെ വീണ്ടും ഇളയമ്മയുടെയും അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഈനു കോഴിക്കോട്ടിലേക്ക്. ഇത്തവണ ഈനുവിൻ്റെ ആൻറ്റിയുടെ കല്യാണമാണ് കോഴിക്കോട്ടിൽ വെച്ചിട്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദേ ആൾക്കൊരു വയസ്സായി. എക്സാക്ട്ലി ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും മീനുവിനെ എത്ര കാലം നോക്കിയ കൽപ്പന ദീദി തിരിച്ച് നേപ്പാളിലേക്ക് പോയി. പതുക്കെ പതുക്കെ ഈനു നടക്കാൻ തുടങ്ങി. ഇനിയാണ് ഈ വീട് തലകുത്തനെ മറയ്ക്കാൻ പോകുന്നത്. ഈനുവിനെ ഡേ ടൈമിൽ നോക്കാൻ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത ലേഖാ ദീദിയാണിത്. അധികം ടൈമൊന്നും എടുക്കാതെ തന്നെ ഈനു കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്ത കെയർ ഓഫ് ഇനു. അങ്ങനെയാണ് നമ്മൾ പോയത്. അങ്ങനെ അധികം താമസിക്കാതെ ഈനുവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. അമ്മയുടെ ഓഫീസ് ഓഫ് സൈറ്റ് ഇൻ ഗോവ. 2 days ആയിരുന്നു ഓഫ് സൈറ്റ്. ഒരു ദിവസം എക്സ്ട്രാ പ്ലാൻ ചെയ്ത് ഈനുവിൻ്റെ ബേബി സിറ്റിങ്ങിന്. രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് സ്ലീപ്പ് സൈക്കിളൊക്കെ മെസ്സായതുകൊണ്ടും ഈനു ഫുൾ ടൈം ഉറക്കുമായിരുന്നു ഫ്ലൈറ്റിൽ. നമ്മൾ അവസാനമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്തത് നോർത്ത് ഈസ്റ്റ് ആയിരുന്നു 2 വർഷം മുന്നേ. അശ്വതിയുടെ കമ്പനി തന്നെ ഒരു സെൽഫ് ഡ്രൈവ് കാറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഓഫ് കൊളീഗ്സിൻ്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പൊക്കെ അശ്വതിയുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ കാറ് നമ്മുടെ കയ്യിലായിരുന്നു. ഡെഡിക്കേറ്റഡ് ബേബി സിറ്റിങ്ങിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്ത എയർബിഎൻബിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അശ്വതി അവരുടെ ഓഫീസ് ടീമിൻ്റെ കൂടെ പോയി. ആദ്യമായിട്ടാണ് ഞാനൊരു ഫുൾ ഡേ ബേബി സിറ്റിങ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഫൺ വിത്ത് ഈനു.
ഇതാ പഴയ ഒരു ചേർച്ച്. അശ്വതിയുടെ കൊളീഗ്സ് ഒക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു 2 to 3 വില്ലാസ് ഉണ്ട്. ഇവിടെ തന്നെയാണ് ഇവർ ആക്ടിവിറ്റീസും മീറ്റിങ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തു ഡേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ അശ്വതിനെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ രണ്ടാമത്തെ ദിവസം വൈകുന്നേരത്തോടു കൂടി അശ്വതിയുടെ ഓഫീസ് പ്രോഗ്രാംസ് എല്ലാം തീർന്നു. നോർത്ത് ഗോവയിലെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ക്ലിഫ് റെസ്റ്റോറൻറ്റിൽ ഇവരുടെ ഓഫീസ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം പാർട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇനു തന്നെയായിരുന്നു. പക്ഷേ സ്ലീപ്പ് സൈക്കിളൊക്കെ മിസ്സായതുകൊണ്ടാവാം പിറ്റേ ദിവസം രാവിലെ നിർത്താതെയുള്ള വൊമിറ്റിംഗ് കാരണം ഇനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്സൊക്കെ കയറ്റേണ്ടി വന്നു. ക്ഷീണാണോ? അന്നങ്ങനെ ഈവനിങ് ആയപ്പോഴാണ് ഈനു ഒന്ന് സെറ്റായി വന്നത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി അങ്ങനെ ആ ഡേ അവസാനിച്ചു. ഗുഡ് മോർണിംഗ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഈനു എല്ലാം സെറ്റായി. പക്ഷേ എന്തായാലും മീനുവിന് വയ്യാതെ ആയതുകൊണ്ട് തന്നെ ഗോവയിൽ അധികമൊന്നും കറങ്ങാൻ നമുക്ക് സമയം കിട്ടിയില്ല. പക്ഷേ അവസാന ദിവസം താമസിച്ച ഈ ഒരു സ്ഥലം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ ചെയ്യുന്നത്? ഗോവയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് മീനു ഓൾറെഡി വലിയ കുട്ടിയായി. തട്ട് 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 അടി അടിക്കേ. അച്ഛന്റെ പേരെന്താ? മനോജ്. മാമനോ മേനോനോ? അങ്ങനെ വീണ്ടും ഒരു നാട്ടിലേക്കുള്ള യാത്ര. ഈനുവിന് ഓർമ്മ വരുന്നതിന് മുമ്പ് കണ്ടതാണ് അപ്പൂനെ. എന്നാലും അവർ തമ്മിലുള്ള ബോണ്ടിങ് അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്കും ഈനു വീണ്ടും വലിയ കുട്ടിയായി. പതുക്കെ പതുക്കെ ഈനു സംസാരിക്കാനും തുടങ്ങി. ഈനു എന്താ ഇത്? എന്താ കുടിക്കണേ? സോഡ. സോഡ. നാരങ്ങ സോഡ. ഈ മാമന്റെ പേരെന്താ? അശോക്. എങ്ങനെ പറയാ? മതിട്ടാ കേക്ക് കഴിച്ചത്. മതിയേ, ഇങ്ങനെ കഴിക്കണ്ടേ? നോക്കട്ടെ. ഇവിടെ വായോ വായോ. ഔട്ട് എങ്ങനെ പറയുന്നു? ഔട്ട്. ഇങ്ങനെ ഒരു കൈ. ഔട്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈനുവിൻ്റെ മാമന്മാരും മാമികളുമായി മാറി. ആര് വീട്ടിൽ വന്നാലും ഈനുവിൻ്റെ കൂടെ കളിക്കണം, ബേബി സിറ്റിംഗ് ചെയ്യണം. അതാണ് ഡ്യൂട്ടി. Cheers. Cheers. Cheers.